എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 1202 ആണ്ട് പുതുവർഷ ഫലത്തെക്കുറിച്ചാണ്. ഈ പുതുവർഷ ഫലത്തിൽ ധനുരാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരുടെ ഗ്രഹസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 8-ലും, ശനി 4-ലും, കേതു 9-ലും, രാഹു 3-ലുമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈശ്വരാധീനത്തിന് മറവുണ്ട് 8-ൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട്. കൂടാതെ അർദ്ധാഷ്ടമ ശനി അഥവാ കണ്ടകശനിയാണ്. കേതു 9-ലാണ്. രാഹു ആണ് കുറച്ച് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയം. എങ്കിലും ഈ അർദ്ധാഷ്ടമ ശനി ഉണ്ടെങ്കിലും ഇവരെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി ആണ് സംഭവിക്കാൻ പോകുന്നത്. ഈ വക്രഗതി മൂലം ശനിദോഷം അകന്നു നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷഫലമാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച് പൊതുവിൽ വരാൻ പോകുന്നത്. എങ്കിലും തൊഴിൽപരമായിട്ടൊക്കെ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയമാണ്. ഊഹക്കച്ചവടം അല്ലെങ്കിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഊഹക്കച്ചവടത്തിനൊന്നും അനുകൂലമായിട്ടുള്ള ഒരു സമയമല്ല എന്നുള്ളത് അറിയുക. പുതിയ ബിസിനസ് സംരംഭങ്ങളിലേക്ക് കടക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമല്ല. ദാമ്പത്യപരമായിട്ടൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. ദമ്പതിമാർ തമ്മിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതെ മുന്നോട്ട് പോകേണ്ട സമയമാണ്. എങ്കിലും വിദേശ ജോലി, വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ട്രാൻസ്ഫറും മൂലം ഉദ്യോഗാർത്ഥികളൊക്കെ കുറച്ച് അല്ലെങ്കിൽ ഉദ്യോഗത്തിലുള്ളവരൊക്കെ കുറച്ച് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊന്നും പൊതുവിൽ അത്ര അനുകൂലമല്ലാത്ത സമയമാണെന്നറിയുക. അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നയിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് ഇവർക്ക് മുക്തി നേടാൻ കഴിയുന്നതാണ്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ. നിങ്ങളുടെ ജന്മജാതകം കൂടി പരിശോധിച്ച് നിങ്ങൾക്കിപ്പോൾ ഏത് ദശാകാലമാണ്, അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ ദശാകാലമോ ശുഭഗ്രഹങ്ങളുടെ അപഹാരകാലമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. എങ്കിലും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രാർത്ഥനകൾ നടത്തുന്നത് ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായകമായി ഭവിക്കുന്നതാണ്. ഈ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.